ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സുകളെല്ലാവരും കൂടുന്നുണ്ട് കേട്ടോ. എവിടെ വെച്ച് ഞങ്ങൾ എളാപ്പാൻ്റെ വീട്ടിലാണ് കൂടുന്നത്. അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ അവിടേക്ക് ഞാനും മക്കളും കൂടി പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വീഡിയോ ഇട്ട് കാണാം. അങ്ങനെതാ ഞങ്ങൾ എളാപ്പാൻ്റെ വീട്ടിലെത്തിയിട്ടോ. ഇതാണ് വീട്, ഇതാണ് കേട്ടോ. പുതിയ വീടാണ് കേട്ടോ. അധികമൊന്നും ആയിട്ടില്ല കേട്ടോ ഇവരതിലേക്ക് താമസം മാറിയിട്ട്. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ നിർത്തി സൈഡാക്കി ഇറങ്ങി അകത്തൊക്കെ ഒന്ന് കയറി കേട്ടോ. ആരൊക്കെ വന്നിക്കണ് എന്താണെന്നൊരു ഐഡിയ ഇല്ല. ഞാൻ കുറച്ച് നേരത്തെയാണ് കേട്ടോ അവിടേക്ക് പോണത്. അങ്ങനെ താവാൻ ചെന്ന് നോക്കിയപ്പോൾ 3-4 ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ആരുമില്ല, കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ. ഞാൻ പിന്നെ വീട്ടുകാരൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ അവർ കിച്ചണിലാവും കരുതിയിട്ട് വേഗം ഞാൻ കിച്ചണിക്ക് പോയി. അങ്ങനെ കിച്ചണിലെത്തിയപ്പോൾ അവരിതാ കരുതിയ പോലെ തന്നെ അവർ കിച്ചണിലാണ്. അവർ ചെറുതായിട്ട് എന്തൊക്കെ ഒരു പണിയിലുണ്ട്. അപ്പോൾ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങുകയാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എന്നാലും ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇളനീർ പൾപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനും അവരെ കൂടെ ഹെൽപ്പിങ്ങിന് നിന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കിട്ടോ, ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കി. എന്നിട്ട് പിന്നെ നമ്മളത് വരുന്നവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ അവിടെ ഇരിക്കേണ്ട അവർക്കൊക്കെ കൊടുത്തു. അതേപോലെ വന്നവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ച് നല്ല റാത്തായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ വെയിറ്റ് ആക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് എളാപ്പാൻ്റെ മോൻ കേട്ടോ. എൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത്. ഇവനാണ് ആൾ. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പിന്നെ വീടിൻ്റെ ഉള്ളിൽ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്കുകയാണ്. ഉള്ളത്ത് ഫുള്ളായിട്ട് എടുത്തിട്ടൊന്നുമില്ല, ചെറുതായിട്ട് വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഇതാണ് അവർ തറവാടിൻ്റെ ഒരു പിക്കാണ് കേട്ടോ. വീട്ടിൽ തന്നെ സെറ്റ് ചെയ്താണ്. ഇത് എളാപ്പയാണ് കേട്ടോ, എളാപ്പാൻ്റെ പിക്ക്. പിന്നെ അത് സിറ്റ് ഔട്ട് നമ്മൾ കയറി വരുന്ന ഒരു പോർഷനാണ് കേട്ടോ. പിന്നെ അത് ഫ്രണ്ട്സുകൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കണ്ടുമുട്ടില്ല. അപ്പോൾ അതിൻ്റേതായ സംസാരവും കാര്യങ്ങളും അങ്ങനെ കളിയും ചിരിയായിട്ട് ഞങ്ങളങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ ഫുഡിൻ്റെയൊക്കെ ഭാഗത്താണ് ബോയ്സൊക്കെ. അവരത് റെഡിയാക്കണ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരും. പിന്നെ ടേബിൾ കസേര അതൊക്കെ സെറ്റാക്കി. ഇതാണ് പുഡിങ് ആണത് കേട്ടോ. ഇവിടെ ഫുഡൊക്കെ വിളമ്പണ തിരക്കായി. അങ്ങനെ ടേബിൾ മേൽ അതൊക്കെ സെറ്റാക്കി റെഡിയാക്കി എല്ലാം ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഹെൽപ്പ് ചെയ്ത് കണ്ടൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പം കുഞ്ഞു കുട്ടികളെയും കൊണ്ട് വന്നവരൊക്കെ ഫസ്റ്റിലിരുന്നോട്ടെ എഴുതിയിട്ട് കുറച്ച് പേരൊക്കെ ഫസ്റ്റ് ട്രിപ്പിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചപ്പോൾ ഇതിനത് പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ആയിരുന്നു. അത് ഇരുന്ന് തീരുമാനമാക്കി. ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ കുട്ടികളെയും അവിടെ ഇരിക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാരെയൊക്കെ ഇരുത്തി അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിൽ സ്റ്റാർട്ട് ചെയ്തവരൊക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കഴിച്ചോല് ഫ്രൂട്ട്സ് ഇതൊക്കെ എടുത്തു. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഫ്രണ്ട് കൊടുക്കുന്നത് കേട്ടോ. കാരച്ചൂര മീനച്ചാറാണ്. അവന് വർക്ക് ചെയ്യണം ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് കൊടുന്നതാണെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എഴുതിയിട്ട് ഞങ്ങൾ ബിരിയാണീൻ്റെ കൂടെ അതെടുത്തു. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ബിരിയാണീൻ്റെ കൂടെ അത് മേച്ചല്ല. നമ്മൾ സാധാ വെറുംചോറ്റക്കൊക്കെ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ സെക്കൻഡ് ട്രിപ്പിലിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഇവയും കൊടുന്നതാണ് കേട്ടോ മീനച്ചാർ സ്പെഷ്യൽ വെൻ്റെതായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല റാത്തായി കഴിച്ചതാ. കുറച്ച് പേര് കൂടി ഇരിക്കാണ്ട് കേട്ടോ. ഇവരൊക്കെയാണ് ആൾക്കാർ. അങ്ങനെ പിന്നെ പുഡിങ്ങും കഴിച്ച് പിന്നെ ഞങ്ങളൊക്കെ അകത്ത് കയറി കേട്ടോ. ഇവിടെ കുറച്ച് ബോയ്സൊക്കെ ഇരിക്കാണ്ട് എല്ലാവരും ഇരുന്നിട്ടില്ലല്ലോ. അപ്പോൾ ഒത്തിരി ഞങ്ങളൊക്കെ ഉണ്ട് അകത്തേക്ക് കയറിയിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്നു. അതിൻ്റെ ശേഷം പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ. എല്ലാവരും ഫുഡ് കഴിച്ചൊക്കെ വന്ന് ഞങ്ങൾ കുറച്ച് നേരം കൂടി നമുക്ക് സംസാരിച്ചിരിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളൊന്നുകൂടി എല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ തമാശയും കളികളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെടുത്തത് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അതിനുള്ള സെറ്റ് ചെയ്യും.
ഒരു ഫോട്ടോ എടുക്കാൻ നിന്ന് എല്ലായിടത്തും ഉണ്ടായിരുന്നത്. അതാണ് അവരെ സൗണ്ടൊക്കെ ഇതിലൊന്ന് ഹൈഡാക്കിയത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് കരുതിയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിട്ടോ. പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വീട്ടുകാർ ഇതൊക്കെയാണ് കേട്ടോ. എളാപ്പാൻ്റെ മോനും എൻ്റെ വൈഫ്, എൻ്റെ ഉമ്മ, എൻ്റെ അനിയൻ്റെ വൈഫ്, അങ്ങനെ അവരെ കൂടെ ഞാൻ നിന്നൊരു ഫോട്ടോ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങളും എടുത്തു. പിന്നെ എന്താ പറയുക, പിന്നെ ടൈം ഒരുപാടായി. പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് അങ്ങനെ ഒരു ഫോട്ടോകളൊക്കെ എടുത്ത് പിന്നെ എല്ലാവർക്കും പോകണ ഒരു ഇതായിട്ടോ. ടൈം ഒരുപാടായിട്ടുണ്ട്, വീട്ടിലേക്ക് എത്തൊക്കെ വേണ്ടേ. അപ്പോൾ എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.